മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾ വെളിപാട് പുസ്തകം പഠിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടോ ആരെങ്കിലും? നിങ്ങൾ വെളിപാട് പഠിച്ചു നോക്കിയോ, അതിനകത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതാ നടക്കണം. അതുകൊണ്ട് ദൈവമക്കളൊരു കാര്യം അറിഞ്ഞിരിക്കണം, കർത്താവ് തീരുമാനിച്ചതേ ഈ ഭൂമി നടക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം സേഫ് ആയിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? കർത്താവിൻ്റെ, നിങ്ങൾ 7 കാഹളം മുഴങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 7 മുദ്ര തുറക്കുന്നതിന് മുമ്പ് 6ാമത്തെ മുദ്ര തുറന്നു കഴിയുമ്പോൾ ദൈവജനത്തിൻ്റെ മേൽ സംരക്ഷണ മുദ്രയിടുന്നത് കാണാം. മുദ്രയിട്ടു എന്ന് പറഞ്ഞാൽ ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. മുദ്രയിട്ടവരെ മനസ്സിലായി? അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ലോകത്ത് നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ടോ, ഈ ഭൂമിയിൽ ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ നടക്കും. അതാ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം. ഈ നമ്മൾ കാണുന്നതൊക്കെ നമ്മളല്ല അവർ ചെയ്തു ഇങ്ങനെ ചെയ്തു അതൊന്നും നിങ്ങൾ പറയണ്ട. ഇത് ഈ ഭൂമിയിൽ എങ്ങനെയാണ് ഈ ഭൂമി അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതെന്ന് കൃത്യമായിട്ട് അതിൻ്റെ നിയന്താതാവായ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും ഈ ലോകത്തെ ആശ്രയം വെച്ച് ജീവിക്കണ്ട. ഈ ലോകത്തിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണ്ട. അത്യാവശ്യം ജീവിക്കാനും മക്കളെ പഠിപ്പിക്കാനും നിവൃത്തി ഉണ്ടെങ്കിൽ പണം ഉണ്ടാക്കുന്നത് അവിടെ വെച്ച് അവസാനിപ്പിച്ചോ. പറഞ്ഞ ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ആരോട് പറയായിരുന്നു, ഒരു പരിധിക്കപ്പുറത്ത് പണം ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ആ പണത്തിനകത്ത് തിന്മയുണ്ട്. നിങ്ങൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടോ. ഒരു പരിധിക്കപ്പുറത്ത് ധനം കൂടുമ്പോൾ ഓർത്തോണം, അതിനകത്ത് ഉറപ്പായിട്ടും തിന്മയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പണം കൂടില്ല. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്യാവശ്യം നന്നായി ജീവിക്കാൻ ആവശ്യമുള്ള പണമായാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം പിന്നെ പണം കൂടുന്നത് ദൈവമക്കൾക്ക് ആപത്താണ്. അതെല്ലാവർക്കും അങ്ങനെയാണ്. അത് അച്ഛനാണേലും ദൈവജനത്തിനാണേലും ഒരു പരിധിക്കപ്പുറത്ത് പണം കൂടിയാൽ അത് കെണിയാണ്. കാരണം ദൈവം ഇങ്ങനെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, കർത്താവ്, നിങ്ങൾക്ക് പണം ഉണ്ടാവുന്നതിന് ദൈവം എതിരല്ല. സമ്പത്ത് നൽകുന്നത് ദൈവമാണ്. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അങ്ങനെയാണ് വചനമുള്ളത്. മനുഷ്യന് സമ്പത്ത് നൽകുന്നത് ദൈവമാണ്. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല, ദൈവമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഒരു പരിധിക്കപ്പുറത്ത് പണം ഉണ്ടാവാൻ അത് വിഗ്രഹമായി കഴിഞ്ഞാൽ അവിടെ മുതൽ പാപം തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ തല കുനിച്ചു കൊടുക്കാൻ തുടങ്ങും, വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങും, കള്ളത്തരം കാണിക്കാൻ തുടങ്ങും, അഴിമതി കാണിക്കാൻ തുടങ്ങും, സത്യസന്ധ